നമസ്കാരം. ശബരിമല അയ്യപ്പന്റെ അതിവിശിഷ്ടമായ വഴിപാടുകളിൽ ഒന്നായ പടിപൂജയുടെ ബുക്കിംഗുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന അഴിമതി കഥകൾ കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ഭക്തരുടെ ആത്മീയ വിശ്വാസങ്ങളെ, വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ തണലിൽ ഒരു വലിയ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 18ാം പടിയെ ദൈവതുല്യമായിട്ട് കണ്ട് വ്രതശുദ്ധിയോടെ എത്തുന്ന ഭക്തർ വർഷങ്ങളോളം കാത്തിരുന്നാണ് ഈ പൂജയ്ക്കായിട്ട് പണമടയ്ക്കുന്നത്. എന്നാൽ ഭക്തരുടെ ഈ കാത്തിരിപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെയും ഇടനിലക്കാരുടെയും ഒക്കെ തന്നെ ഒത്താശയോടെ ബിനാമി ഇടപാടുകൾ നടക്കുന്നുവെന്ന കണ്ടെത്തൽ ശബരിമലയുടെ വിശുദ്ധിക്ക് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. ഈ സംഭവത്തിൽ ഹൈക്കോടതി നേരിട്ട് ഇടപെടുകയും 2045 വരെയുള്ള ബുക്കിംഗ് രജിസ്റ്ററുകൾ പിടിച്ചെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തതോടെ പിണറായി സർക്കാരും ദേവസ്വം ബോർഡും വലിയൊരു പ്രതിരോധത്തിലായിരിക്കുകയാണ്. കേസിലെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ജസ്റ്റിസ് പി വിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ച് നടത്തിയ നിരീക്ഷണങ്ങൾ ഭരണകൂടത്തിന് കനത്ത പ്രഹരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കുംഭമാസ പൂജവേളയിൽ പടിപൂജയുമായി ബന്ധപ്പെട്ട് നടന്ന അസ്വാഭാവികമായ കാര്യങ്ങൾ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തതോടെയാണ് അഴിമതിയുടെ ചുരുളഴിയാനായിട്ട് തുടങ്ങിയത്. പടിപൂജയ്ക്കായിട്ട് ബുക്ക് ചെയ്തവരുടെ പട്ടിക പരിശോധിച്ചപ്പോൾ പലരും വ്യാജ വിലാസങ്ങളാണ് നൽകിയിരിക്കുന്നതെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. യഥാർത്ഥ ഭക്തർക്ക് അവസരം നിഷേധിച്ചുകൊണ്ട് പണക്കൊഴുപ്പുള്ളവർക്കായിട്ട് പൂജകൾ മറച്ചു വിൽക്കുന്ന ഒരു കരിഞ്ചന്ത സന്നിധാനത്ത് സജീവമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത 2 വർഷത്തെ ബുക്കിംഗ് വിവരങ്ങൾ കൃത്യമായി പ്രസിദ്ധീകരിക്കണമെന്ന കോടതിയുടെ കർശന നിർദ്ദേശം സുതാര്യത ഉറപ്പാക്കാനുള്ള ആദ്യപടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻസ് ബ്യൂറോയുടെ ഇൻ്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ പങ്കിനെക്കുറിച്ച് വളരെ വ്യക്തമായ പരാമർശമുണ്ട്. കേവലം സാമ്പത്തിക അഴിമതി മാത്രമല്ല, ശബരിമലയിലെ പവിത്രമായ ആചാരങ്ങളിൽ പോലും വഴിവിട്ട ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ക്ഷേത്രത്തിലെ 18 തരം പൂജകളെയും 39 തരം വഴിപാടുകളെയും കുറിച്ച് വിശദമായിട്ട് പഠിച്ച വിജിലൻസ് ജീവനക്കാരും അവരുടെ ഏജന്റുമാരും ചേർന്ന് നടത്തുന്ന ഈ ഒത്തുകളി തടയാനായിട്ട് സുസ്ഥിരമായ ഒരു സംവിധാനം ഉടൻ നടപ്പിലാക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഭക്തർ നൽകുന്ന തുക ദേവസ്വം ഖജനാവിലേക്ക് എത്തുന്നതിന് പകരം ഇടനിലക്കാരുടെ കൈകളിലേക്ക് ഒഴുകുന്നുവെന്നത് ഭക്തിയെ ബിസിനസ്സായി കാണുന്ന ഒരു വിഭാഗത്തിൻ്റെ സ്വാധീനത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ശബരിമലയിലെ പടിപൂജയ്ക്കുള്ള ഭീമമായിട്ടുള്ള തിരക്കും അത് നിയന്ത്രിക്കുന്നതിലെ പരാജയവുമാണ് അഴിമതിക്കാർക്ക് വളമായത്. നിലവിൽ 2040 ഏപ്രിൽ മാസം വരെയുള്ള പടിപൂജ ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു. 75,290 രൂപയാണ് ഒരു പടിപൂജയ്ക്കായിട്ട് നിലവിൽ ഈടാക്കുന്നത്. പണമടച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പൂജ നടക്കുമ്പോൾ സാധനങ്ങളുടെ വില വർദ്ധിച്ചാൽ ആ തുക കൂടി ഭക്തർ അധികമായിട്ട് നൽകണം. മണ്ഡല മകരവിളക്ക് കാലത്തെ വലിയ തിരക്ക് പരിഗണിച്ച് ആ സമയങ്ങളിൽ പടിപൂജ നടത്താറില്ല. പകരം മാസപൂജകളിലും വിഷു, ഓണം തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലുമാണ് ഇത് നടക്കുന്നത്. ഇത്രയേറെ ഡിമാൻഡുള്ള ഒരു വഴിപാടിന് ഇപ്പോഴും ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്താത്തത് മനഃപൂർവ്വമാണെന്ന ആക്ഷേപം ശക്തമാണ്. നേരിട്ട് ഓഫീസിൽ വന്ന് ബുക്ക് ചെയ്യണമെന്ന നിയമം ഇടനിലക്കാർക്ക് കൃത്രിമം കാണിക്കാനായിട്ട് എളുപ്പമാക്കുന്നു. പടിപൂജ മാത്രമല്ല, സഹസ്രകലശം, അതോടൊപ്പം തന്നെ കളഭാഭിഷേകം തുടങ്ങിയ മറ്റ് വലിയ വഴിപാടുകളിലും സമാനമായ സ്ഥിതിയാണുള്ളത്. 91,250 രൂപ നിരക്കുള്ള സഹസ്രകലശത്തിന് 2034 മെയ് മാസം വരെ ബുക്കിംഗ് അവസാനിച്ചു. 38,000 രൂപ ചിലവ് വരുന്ന കളഭാഭിഷേകത്തിന് 2028 വരെ കാത്തിരിക്കണം. തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങൾ ഭക്തർക്ക് മാനസികമായ വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. എന്നാൽ ഈ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് പണം തട്ടുന്ന സംഘങ്ങൾ സന്നിധാനത്ത് പിടിമുറക്കുന്നത് അത് തടയാനായിട്ട് ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല. കാലാകാലങ്ങളിൽ വരുന്ന ഭരണകൂടങ്ങൾ ശബരിമലയെ ഒരു വരുമാന മാർഗമായിട്ട് മാത്രം കാണുന്നത് കൊണ്ടാണ് ഇത്തരം ദുഷ്പ്രവണതകളൊക്കെ തന്നെ വർദ്ധിച്ചു വരുന്നെന്ന വിമർശനവും ഇപ്പോൾ വിശ്വാസി സമൂഹത്തിനിടയിൽ ഇതിനോടൊപ്പം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയ ഈ ഒരു സംഭവം അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും തീർച്ചയായിട്ടും വഴിയൊരുക്കുന്നതായിരിക്കും. ശബരിമലയിലെ ആചാരങ്ങളെ തകർക്കാൻ മുൻകൈയെടുത്ത ഒരു ഭരണകൂടത്തിന് ലഭിച്ചിരിക്കുന്ന വലിയ തിരിച്ചടിയായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് പണം തട്ടുന്ന അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ ഇവിടെ സ്വീകരിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ്. കോടതിയുടെ ശക്തമായ ഇടപെടലോടെ ദേവസ്വം ബോർഡിൻ്റെയും ഭരണകൂടത്തിൻ്റെയും യഥാർത്ഥ മുഖം പുറത്തു വന്നിരിക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കുന്നതോടെ അഴിമതിയുടെ ആഴം ഇനിയും കൂടുമെന്ന് ഉറപ്പാണ്. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവർക്കും വിശ്വാസത്തെ കച്ചവടമാക്കിയവർക്കും ഇതൊരു പാഠമാകുമെന്നാണ് ഭക്തജനങ്ങളും വിശ്വാസികളും പ്രതീക്ഷിക്കുന്നത്.